ട്രെയിനിൻ്റെ ദൂരവും പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും ആദ്യം തന്നിട്ടുണ്ട്. അങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കുന്നു. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആകെ ദൂരം 200 മീറ്റർ നീളമുള്ള 320 പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 520. ടൈം വന്നിട്ടുണ്ട് 13 സെക്കൻഡ്. അതായത് ഡിസ്റ്റൻസ് 520 മീറ്റർ ബൈ ടൈം 13. 40 മീറ്റർ. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം തന്നിട്ടുണ്ട് 160 മീറ്ററും ട്രെയിനിൻ്റെ ദൂരവും കൂടെ കൂട്ടും. അതായത് 360 മീറ്റർ. ഇവിടെ ടൈം സ്പീഡ് കണ്ടുപിടിച്ചു നമ്മൾ. ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ടൈം കാണാൻ ഡിസ്റ്റൻസ് 360 മീറ്റർ ബൈ 40 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 360നെ 40 കൊണ്ട് ഹരിക്കുമ്പോൾ 9 സെക്കൻഡാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ ദൂരവും കൂടെ 200 മീറ്റർ 520. ടൈം 13 സെക്കൻഡ്. സ്പീഡ് കാണാൻ ആകെ ദൂരം ബൈ ടൈം. അതായത് 520 ബൈ 13 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 160 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് സമയം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് 160 മീറ്ററാണ് പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം. 200 മീറ്റർ ട്രെയിനിൻ്റെ ദൂരം 360 മീറ്റർ. അപ്പോൾ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചു. 40 മീറ്റർ പെർ സെക്കൻഡാണ് ട്രെയിനിൻ്റെ സ്പീഡ്. ടൈം സമം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 360 മീറ്റർ ബൈ 40 മീറ്റർ പെർ സെക്കൻഡ് 9 സെക്കൻഡ്.